അങ്ങനെ ഇവിടെ വെച്ചതായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു ദിവസം വിളിച്ച സമയത്ത് പറഞ്ഞു, ഞാനിങ്ങനെ എന്റെ കയ്യിലുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോ തരാ, അല്ലെങ്കിൽ നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു അപൂർവ സംഗമത്തെക്കുറിച്ചാണ്. ഈ ബേഡനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ ഒരു ബ്ലോഗും ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടെന്നാൽ പലരും ആ ബ്ലോഗുകൾ ചെയ്തതാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് എന്നും പ്രസക്തി ഏറി വരിക എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് അനുദിനം പ്രശസ്തി വർദ്ധിക്കുക, നോക്കണം, പ്രസക്തിയേറുക. അങ്ങനെ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ആ കാണിച്ച ഒരു പുനർസമാഗമം. ആലോചിച്ച് നോക്കൂ. ഒരു എന്താ പറയുക, മഹജൂറ എന്ന ഒരു സ്ത്രീ, ഇത് പറഞ്ഞാൽ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ആ വേടനുമായിട്ടുള്ള പുനർസമാഗമം. തന്നെ ഏൽപ്പിച്ച എന്താ പറയുക, ദൈവമേൽപ്പിച്ച ഒരു ദൗത്യ നിർവഹണം പോലെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മഹജൂറ തൻ്റെ അമ്മയെ ഈ ബേഡന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന നിമിത്തങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഒരു ദൈവീകമായ അത്ഭുതമായിട്ടുള്ള ഒരു സിദ്ധി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകൾ എല്ലാം തട്ടിമാറ്റി എന്ന് പറയാവുന്ന ഒരു രീതി അതാണ്. എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അതിർത്തി പൊളിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പറയുന്ന ജസ്നയുടെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, അല്ലെങ്കിൽ ആരിഫിൻ്റെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, ജബ്ബാറിൻ്റെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, സംഘികളുടെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, അതിനെ ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് എന്താണ് എന്ന് മഹജൂറ നൽകുന്ന ഒരു ഉത്തമ മാതൃക. എങ്ങനെയാണ് ആ മഹജൂറ ആ വേടനെ തൻ്റെ സഹോദരനെ പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേടനായിട്ട് കണക്ഷനും ഇതൊന്നുമില്ല. പിന്നെ ചേച്ചിന്റെ മോനാണെന്ന് അറിയാം. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോ എനിക്കിങ്ങനെ എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഫ്രീ ടൈമിൽ നോക്കിയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിനെ ഓർത്തപ്പോ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ കിട്ടാഞ്ഞപ്പോ ഹസ്ബൻഡിനെ വിളിച്ചതാ. അപ്പൊ ഞാൻ ചേച്ചി എന്താ ഫോൺ എടുക്കാത്ത, തീരെ കിട്ടുന്നില്ല, നമ്പർ മാറിയോന്ന് ചോദിച്ചപ്പോഴാണ് ചേച്ചി ആ മഹജൂറ സ്വന്തം അമ്മ അഥവാ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, അതാണ് വേടൻ തൻ്റെ സഹോദരനായിട്ട് കാണാനുള്ള, തൻ്റെ വീട്ടിൽ കാലങ്ങളായിട്ട് പണിക്കുന്ന ആ വയോധികയുടെ മകനാണ് വേടൻ എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആ കാത്തുവെച്ച ആ ഒരു ദൗത്യ നിർവഹണം പോലെ കാത്തുവെച്ച ആ സമ്മാനം അഥവാ ആ അമ്മയുടെ ഫോട്ടോ സമർപ്പിച്ചുകൊണ്ട് ഏകദേശമൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു ചേച്ചി. ഇത്രയും ഒരു ധൈര്യവാനായ, അല്ലെങ്കിൽ ഇത്രയും ഒരു കാലിബറുള്ള, ഒരു കണ്ടന്റ് ഉള്ള ഒരു മകന്റെ അമ്മയാകാൻ തക്കവണ്ണമുള്ള സവിശേഷത എന്തെങ്കിലും മഹജൂറയ്ക്ക് ഈ ചേച്ചിയിൽ തോന്നിയിരുന്നു? ചേച്ചിയിലോ? ചേച്ചീനെ ഞാൻ കാണുമ്പോ ചേച്ചി ഒരു സങ്കടകരമായ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിനോട് നോക്കണം, ആ വേടന് ലോകത്ത് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ് യഥാർത്ഥത്തിൽ ഈ മഹജൂറ ആ മകന് വേടന് സമർപ്പിച്ചത്. നമ്മളൊക്കെ പറയുമല്ലോ, ഒരു പുരസ്കാര ജേതാവ്, അതൊന്നും ഒരു ജേതാവല്ല യഥാർത്ഥത്തിൽ. ആ അമ്മയുടെ എടുത്തു വെച്ച, സൂക്ഷിച്ചു വെച്ച, അഥവാ അത് കൊണ്ടുപോയി മഹജൂറ ഇത്രയും കാലം സ്വന്തം ഉമ്മയുടെ ഒരു ഫോട്ടോ എത്രമാത്രം ബഹുമാനത്തോടും സ്നേഹത്തോടും സൂക്ഷിച്ചു വെക്കുന്നുവോ അതേ രീതിയിൽ ഇത്രയും കാലം കാത്തുവെച്ച് ഒരു ദിവസം നിൽക്കാനും അങ്ങനെയാണല്ലോ വന്നത്. അപ്പൊ നമ്മളെ ഓടുള്ള ഒരു അടുപ്പൊന്ന് വെച്ചിട്ടാണ് പിന്നെ നിൽക്കുന്നത്. പിന്നെ ബസ്സൊക്കെ ഓടി തുടങ്ങിയപ്പോ ഹസ്ബൻഡിന്റെ അമ്മക്ക് സുഖമില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പോയിട്ട് പിന്നെ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് എന്തായാലും നിങ്ങൾ വരണം, ഞങ്ങള് ചേച്ചിന്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. നോക്കണം, അതിന് ഒരു പരുക്ക് പറ്റാതെ, ഒരു പോറലേൽക്കാതെ ആ അമ്മയുടെ പടം എടുത്ത് ആ വേടനെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ അത് ഒരു ദൗത്യ നിർവഹണം പോലെ വേടന്റെ കയ്യിൽ സമർപ്പിക്കുന്ന ആ രംഗമുണ്ടല്ലോ, സ്വന്തം സഹോദരനെ അണച്ചു പിടിക്കുന്നത് പോലെ
ആലിംഗനബദ്ധമാകുന്ന ആ പുനർസമാഗമം ലോകത്ത് എന്താ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചൊരു സാധനം കൊടുക്കാൻ പറ്റി, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഓനത്രയും ഉയരത്തിലെത്തിയ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമ്മ പറയലുണ്ടായിരുന്നു, ഫസ്റ്റ് എനിക്ക് ഇവിടെ വന്ന് കുറെ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ മോന് പാട്ടൊക്കെ പാടും, യൂട്യൂബിലൊക്കെ പാട്ടുണ്ട് പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് കാണിച്ചു തന്ന് എന്റെ ഫോണിലേക്ക് അയച്ചു തന്ന് വിടുന്നേ. അപ്പൊ ഞാൻ നോക്കി, അപ്പൊ പിന്നെ പേര് ഹിരൺദാസ് എന്നാണെന്നൊക്കെ പറഞ്ഞു. അതുല്യമാണ്. ലോകത്ത് നമ്മൾ കേട്ടുകേൾവിയില്ല അല്ലേ? തീർച്ചയായിട്ടും പല സംഖ്യകളും പല മുസംഖികളും ഇതിനകത്ത് പലതും കാണുന്നുണ്ടെങ്കിലും മഹത്തായിട്ടുള്ള ഒരു മതത്തിൻ്റെ ദർശനമാണ് താൻ ഈ ചേർത്ത് പിടിക്കുന്നത് എന്ന് മഹജൂറ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത ചില രംഗങ്ങളുണ്ട് അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് എപ്പോഴും ഓർക്കുന്ന ചില ഇഷ്ടപ്പെട്ട രംഗങ്ങൾ അല്ലേ? നമ്മൾ സുഹൃത്തുക്കൾ തന്നെ 3 വിധം എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സുഹൃത്ത് രോഗം പോലെ, ഒരു സുഹൃത്ത് മരുന്ന് പോലെ, ഒരു സുഹൃത്ത് ഭക്ഷണം പോലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പോലെയുള്ള ആ സുഹൃത്തിനെ എപ്പോഴും വേണം. നമ്മൾക്ക് ഭക്ഷണം മടുക്കുന്നില്ല, എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം വേണം. വെറുക്കപ്പെട്ട സുഹൃത്തിൽ നിന്ന് മാറുന്നത് പോലെ നോക്കൂ, മരുന്ന് അല്ലാതെ എപ്പോഴെങ്കിലും ആവശ്യമായതുപോലെ ഇതല്ല, എപ്പോഴും നമുക്ക് ആവശ്യമായ ഭക്ഷണം പോലെ ഉള്ള ഒരു പുനർസമാഗമത്തിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും നമുക്ക് വിലപിടിപ്പുള്ള ഒരു അനുഗ്രഹീതമായ ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ വേടനും മഹജൂറയും തമ്മിലുള്ള ആ പുനർസമാഗമം. അതിനകത്ത് പോലും വർഗീയത കാണുകയും കുത്തിത്തിരിപ്പ് കാണുകയും വിഷം ചീറ്റുകയും ഒക്കെ ചെയ്യുന്ന പല വ്ളോഗർമാരും സംഗീത ചാനലുകൾ ഉണ്ടെങ്കിലും അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ശശികലയ്ക്ക് ഈ രംഗം എത്രമാത്രം അരോചകമായിരിക്കും. അതോടൊപ്പം തന്നെ സവർണർക്ക് ഇത് അരോചകമായിരിക്കും അല്ലേ? വിഷം ചീറ്റുന്ന വിഷം ചങ്കികൾക്കും കൃസംഗികൾക്കും മുസംഗികൾക്കും ഈ ശുഭമുഹൂർത്തം അരോചകമുണ്ടാക്കുന്നു അല്ലെ? അതോടൊപ്പം തന്നെ മനുഷ്യത്വം മനസ്സിലേറ്റിയ, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് വർഗീയതയല്ല. അവിടെയാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചു കളയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു ഇതാ തബഹത്ത മറക്കത്തൻ ഫാക്കിസിർ മാഅഹ, ആ പ്രവാചകന്റെ സന്ദേശം. നിങ്ങൾ മതം നോക്കിയല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ ഈ മതത്തിൽപ്പെട്ടവനല്ല എന്നാണ് പറയുന്നത്. മതത്തിന്റെ വേലിക്കെട്ട് പൊളിച്ചതാ. എങ്ങനെ? അപ്പുറത്തുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ, ജൂതനാണെങ്കിൽ, സവർണനാണെങ്കിൽ ഇപ്പുറത്തുള്ള ദളിതന് ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. അംബേദ്കറുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വളരെ വേദനാജനകമായ സംഭവമാണ്. കുട്ടിയായിരിക്കെ തന്നെ അംബേദ്കർ വടക്കേ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ ആ റിക്ഷ ഡ്രൈവറോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് അല്പം വെള്ളം വേണം. അനുജനോടൊപ്പം ദാഹിച്ചു വലഞ്ഞ് ആ ഗ്രാമ തെരുവുകളിലൂടെ യാത്ര ചെയ്യവേ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ ഡ്രൈവർ, ഞാൻ ഈ കുടിക്കുന്ന കിണറിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം തന്നാൽ, നിങ്ങൾക്ക് വെള്ളം കുടിച്ചാൽ ദൈവകോപമുണ്ടാകും. അതാണ് മതിൽക്കെട്ടുകൾ, അതാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾ. അപ്പോൾ ഞങ്ങൾക്ക് ദാഹിക്കുന്നുവല്ലോ, വെള്ളം എവിടെ? നിങ്ങൾക്ക് കുടിക്കാൻ അപ്പുറത്ത് ഒരു ചളി നിറഞ്ഞ ഒരു വൃത്തികെട്ട കിണറുണ്ട്. അങ്ങനെയാണ് ആ അംബേദ്കർ അന്ന് പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായിട്ടും മതത്തിന്റെ വേലിക്കെട്ട് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ മതത്തെ പൊളിച്ചു കളയും. അങ്ങനെയാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായത്. ആലോചിച്ച് നോക്കൂ, ഇത്രയേറെ ത്യാഗം അനുഭവിച്ച ഒരാളായിരുന്നു അംബേദ്കർ. അപ്പം ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് മഹജൂറാക്ക് വേടനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് മർദ്ദിത എന്താ പറയുക പാർശ്വവൽകൃതനെ തോളിലേറ്റാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് വർഷങ്ങളോളം തൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള വേടൻ്റെ അമ്മ സ്വന്തം അമ്മ പോലെയായി കാണാൻ കഴിഞ്ഞത്? ആ മതത്തിൻ്റെ വേലിക്കെട്ട് പൊളിച്ചതാണ് യഥാർത്ഥത്തിൽ. എന്തുകൊണ്ട്? മതം ഉപയോഗിച്ച് തന്നെ മനുഷ്യനിർമ്മിതമായ മതങ്ങളുടെ വേലിക്കെട്ടുകൾ, അതാണ് അതിനെ പൊളിക്കുകയായിരുന്നു യഥാർത്ഥ മതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മഹജൂറ എന്ന പർദ്ദ ധരിച്ച ഇസ്ലാം മതത്തിൽ 5 വഖത്ത് നമസ്കരിക്കുന്ന, ഒരു പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുന്ന, ഹജ്ജ് ചെയ്തിട്ടുള്ള, ഉംറ ചെയ്തിട്ടുള്ള ആ സ്ത്രീ ഈ ഏത് രീതിയിലാണ് ഈ വേടന്റെ അമ്മയെ സ്വീകരിച്ചതും ഇപ്പോൾ വേടനോടുള്ള പുനർസമാഗമവും സാധ്യമായത്? അത് ജാതിസത്തെയും അന്ധമായ മനുഷ്യനിർമ്മിതമായ മതത്തിന്റെ വേലിക്കെട്ടുകളും പൊളിച്ചുകൊണ്ട് തൻ്റെ സഹോദരനാണിത്, അന്യനല്ല. വേടൻ അന്യനല്ല എന്ന് മനസ്സ് വരുന്നത്. വേടന്റെ അമ്മ തൻ്റെ വീട്ടിൽ വന്ന തൻ്റെ ഉമ്മയെപ്പോലെയാണ് തനിക്ക്. അപ്പോൾ ആ ഉമ്മയുടെ മകനാണ് വേടനെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മകൻ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന ഇത്രയും വലിയ
ഒരു ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായതിൽ ആ അമ്മക്ക് ഏറെ സന്തോഷമുണ്ടായിരിക്കും. ആ ആത്മാവിന്, ആ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. നമ്മൾ പറയാറുണ്ടല്ലോ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും ഈ വേടന്റെ ഈ പ്രശസ്തിയിൽ ആ അമ്മ വേടനോടൊപ്പം ഇല്ലെങ്കിലും മെഹജൂറയോടൊപ്പം ആ അമ്മ ഇപ്പോൾ ഇല്ലെങ്കിലും ആ മെഹജൂറയോടൊപ്പവും ആ വേടനോടൊപ്പവും ആലോചിച്ച് നോക്ക്. ആ വേടന്റെ ഈ ഉയർച്ച കണ്ടുകൊണ്ട് ആ അമ്മ സ്വർഗലോകത്തിരുന്ന്, അതാണ് യഥാർത്ഥത്തിൽ മഹത്തായിട്ടുള്ള സന്ദേശം. മനസ്സിലായോ? അതാണ് മനുഷ്യത്വത്തിന്റെ മതത്തിന്റെ മഹാനുഭവം. അത് മതത്വമാണ് അത് പഠിപ്പിച്ചത്. പരിശുദ്ധമായിട്ടുള്ള, അതായത് ഇപ്പുറത്ത് മഹാനായ തിരുമേനിയുടെ വലതുഭാഗത്ത് നോക്കണം സൽമാനുൽ ഫാരിസിയും, ഒരു ഭാഗത്ത് അടിമയായ ബിലാലിനെയും ഒന്നിച്ചു പിടിച്ച് ചേർത്ത് പിടിച്ച ആ പാരമ്പര്യമാണ് മനുഷ്യത്വം. അതുകൊണ്ടാണ് പ്രവാചകൻ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജത്തുൽ വിദാ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഞാനിതാ മനുഷ്യത്വം എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിക്കുന്നു. മനുഷ്യന്റെ അഭിമാനത്തെ ഈ പരിശുദ്ധമായ റമദാൻ വലിയ പെരുന്നാളിന്റെ സന്ദേശമാണിത്. തിരുമേനിയുടെ ഏറ്റവും വലിയ ഹജ്ജത്തുൽ വിദാ പ്രസംഗമാണിത്. മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് അവന്റെ കർമ്മങ്ങൾ കൊണ്ടാണ്, അല്ലാതെ അവന്റെ ജന്മങ്ങൾ കൊണ്ടല്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ, എല്ലാവരും ഒരേ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ്. നോക്കണം, വജഅൽനാകും ശുഹൂബൻ വഖബായില ലിതഹാറഫു, നിങ്ങൾ പരസ്പരം അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളുടെ വർണ്ണമഹത്വം ലോകത്ത് ഉദ്ഘോഷിക്കാനല്ല. നോക്കണം, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഹൂബൻ വഖബായില ലിതഹാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹ് അത്ഖാകും, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് ദൈവമാർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതൻ. എന്താണ് ദൈവത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ആദ്യം മനുഷ്യനായിട്ട് ചേർത്ത് പിടിക്കുക. അതാണ് ആ പ്രവാചകൻ ചെയ്തത്. സൽമാനുൽ ഫാരിസി എന്ന വെളുത്ത സുമുഖനെ തൻ്റെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ ആരാലും ബഹിഷ്കരിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട ബിലാൽ എന്ന ആ അറേബ്യയിലെ ആ ഉമയ്യത്തിന്റെ അടിമയായ, നോക്കണം, ആരാളും അവഗണിക്കപ്പെട്ട ആ ബിലാലിനെ ഒരു കൈ കൊണ്ടും ചേർത്ത് പിടിച്ച ആ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമാണ് നമുക്ക് വരാനുള്ള ഹജ്ജത്തുൽ വിദായിൽ ആ നിമിറ പള്ളിയിൽ വെച്ച് പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിർവഹിച്ച ആ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം. ആ മനുഷ്യത്വത്തിന്റെ മാഗ്നക്കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രഖ്യാപനമായിരുന്നു. വർണ്ണമഹിമ പൊളിച്ചു കളഞ്ഞു, വംശമഹിമ പൊളിച്ചു കളഞ്ഞു. മനുഷ്യന്റെ പ്രവൃത്തി അതുമാത്രമാണ് ഉത്കൃഷ്ടമായിട്ട് ദൈവത്തിങ്കൽ സ്വീകാര്യമായത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം. അതാണ് മെഹജൂറ ജീവിതത്തിൽ പകർത്തിയപ്പോൾ ആ മെഹജൂറാക്ക് വേടനെ സ്വന്തം സഹോദരനായി കാണാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. അത് എളുപ്പമായിരുന്നു. തന്നെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു മെഹജൂറ വേടനോട് ചെയ്തത്. ആലോചിച്ച് നോക്കി. ഇത് തന്നെയാണ് ലോകത്ത് ഈ പരിശുദ്ധ ദിവസങ്ങളിൽ, അറഫയുടെ ദിവസങ്ങൾ വരാൻ പോകുന്ന ഈ സമയത്ത് ഞാനും ഈ മനുഷ്യരോട് ഒരു മനുഷ്യത്വ പ്രഖ്യാപനം ചെയ്യുകയാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരേ ഉമ്മയിൽ നിന്നും ഒരേ ഉപ്പയിൽ നിന്നുമാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് അഥവാ ഉത്തമമായ നിങ്ങളുടെ പ്രവൃത്തി മാത്രമാണ് ദൈവത്തിങ്കൽ. നിങ്ങളുടെ സൂക്ഷ്മത, സത്യസന്ധത, മനുഷ്യത്വം, മര്യാദ, ഇത് മാത്രമേ ദൈവത്തിങ്കൽ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി.